അതിലേക്ക് നമുക്ക് കിടക്കാം. ഒന്ന്, നമ്മുടെ വന്യമൃഗ അതിന്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാഹന പ്രചരണ ജാഥ ഈ എല്ലാ ജില്ലകളിലും 14, ആലപ്പുഴ ഒഴികെ 13 ജില്ലകളിലും നമ്മൾ നടത്തി. ആ 13 ജില്ലകളിലും വളരെ ഗംഭീരമായി ജനപങ്കാളിത്തത്തോടുകൂടി പ്രതീക്ഷിക്കാത്തതിനേക്കാൾ കൂടുതൽ വളരെ പങ്കാളിത്തം അതിനകത്തുണ്ടായിരുന്നു. അതിൽ ഏറ്റവും നല്ലതുപോലെ മറ്റുള്ള ജില്ലകളിലൊക്കെ 2.5 ദിവസം 3 ദിവസമാണെങ്കിൽ ഇവിടെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പര്യടനമാണ് നടത്തിയത്. അത് മനസ്സിലാക്കുന്നത് വളരെയധികം ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രദേശത്ത് പോലും ഇറങ്ങി നിന്ന് ഈ ജാഥയെ നമ്മുടെ മുദ്രാവാക്യത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ്. നിങ്ങളോട് മനസ്സിലാക്കാനാണ് സെക്ഷൻ 2 പ്രകാരം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കില്ലിംഗ് ഓർ വൂണ്ടിംഗ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഓഫ് എനി ആനിമൽ ഈസ് നോട്ട് എ ക്രൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനി വൈൽഡ് ആനിമൽ ഈസ് നോട്ട് എ ക്രൈം ഫോർ സെൽഫ് പ്രൊട്ടക്ഷൻ. മനസ്സിലായി? അപ്പോൾ ഒരു സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരു വന്യമൃഗത്തിനെ നമ്മൾ കൊലപ്പെടുത്തിയ അതൊരു ക്രൈം അല്ല. പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? പ്രിസംപ്ഷനാണ്. നമ്മള് കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് അതിനകത്ത് കേസെടുക്കുന്നു മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കുറ്റക്കാരനല്ല, നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ടത്. അതേതിലാ വരേണ്ടത്? അത് 2-3 ആക്ട് മാത്രമാണ്. ഇവിടെ വക്കീലന്മാരൊക്കെ ഒത്തിരി പേര് ഇരിപ്പുണ്ട്. ആ ആക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, പോസ്കോ കേസിൽ അല്ലെ, പരാതി വന്നാൽ ഉടനെ നീ കുറ്റക്കാരനാണ്, പിന്നെ നമ്മുടെ ഉത്തരവാദിത്വമാണ്, തെളിയിക്കേണ്ടതല്ല. ഒരു ജാതി പേര് വിളിച്ചാൽ കുറ്റക്കാരനാണ്, പിന്നെ നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മൾ നിരപരാധിയാണ് തെളിയിക്കേണ്ടത്. ഒരു ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളെ ആരെയും പിടിച്ചാൽ കുറ്റക്കാരനാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്, എല്ലാം തെളിയിക്കേണ്ടത്. പക്ഷേ അങ്ങനെയുള്ള പ്രിസംപ്ഷൻ ഉള്ള ഒരു ആക്ട് അല്ലത്, ഒരു ബില്ലല്ലത്. പക്ഷെ എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട്. പക്ഷെ ആ പ്രിസംപ്ഷൻ വെച്ചുകൊണ്ട് നമ്മളെ കുറ്റക്കാരനായിട്ട് എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന കോടതി മുഴുവൻ കയറണം, നമ്മൾ പോയി ഒളിച്ചിരിക്കണം, ആന്റിസിപ്പേറ്ററി ബെയിലെടുക്കണം. ഇതെല്ലാം വലിയ പ്രയാസമായിട്ട് കൊടുക്കണം. അപ്പോൾ അത് വെച്ചിട്ട് സെക്ഷൻ 63 അതിനകത്ത് വകുപ്പുണ്ട്. ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു ഗസറ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കൊടുക്കാം. അത് നമ്മുടെ ഈ പറയുന്ന ഭേദഗതി പാർലമെന്റിനകത്ത് വരുത്താതെ തന്നെ നമുക്ക് റൂൾസ് ഫ്രെയിം ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കേന്ദ്രത്തിന് കൊടുക്കാം. അത് കൊടുക്കണം എന്നാണ് നമ്മൾ. ഏതൊക്കെയാണ് നിയമപരമായി ഒത്തിരി ചർച്ചകൾ അവിടെ നടന്നു. അതൊരു കാര്യം മന്ത്രി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കാട്ടുപന്നിയെ വെടിവെക്കുന്നുണ്ടല്ലോ. അന്നേരം കേരളം ഒരു പത്രത്തിന്റെ ഒരു വാർത്തയെടുത്ത് ഒരു 40 പന്നിയെ കൊന്നിട്ട് കർഷകരിങ്ങനെ നിൽക്കുന്ന ഫോട്ടോ അദ്ദേഹം എടുത്ത് കാണിച്ചു. ഞാൻ പറഞ്ഞു, പന്നി എത്രയുണ്ട്, കാട്ടിപ്പോയല്ലോ, ഇവിടെയുള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഉപദ്രവിക്കുകയാണ്. അല്ല, നിങ്ങൾക്ക് അനുഭവം തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ചർച്ച ചെയ്യുവാൻ അദ്ദേഹം കേരളത്തിലേക്ക് വരാം എന്ന് പറഞ്ഞു. മാത്രമല്ല, അവിടെ പോലീസ് ഉദ്യോഗസ്ഥരും ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് ഇരുന്ന് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഡയറക്ഷൻസ് കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉൾപ്പെടുത്തണം എന്നും കൂടി ഞാൻ പറഞ്ഞു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉൾപ്പെടുത്തിയ ആൾ പറയണോ എന്താ? കണ്ടോർക്കുന്നുണ്ടാവും, കണമന എന്ന് പറയുന്നത് നമ്മുടെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ മുണ്ടക്കൈത്തടത്ത് ഒരു കാട്ടുപോത്ത് 2 കർഷകനെ കുത്തിക്കൊന്നു കഴിഞ്ഞപ്പോൾ അത് അതിലെ ഓടി മുഴുവൻ ആൾക്കാരെ ഓടിപ്പിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ കളക്ടർ പറഞ്ഞു, കോട്ടയം കളക്ടർ പറഞ്ഞു വെടിവെക്കാൻ പറഞ്ഞു. അപ്പൊ എന്നാ പറ്റി? നിന്റെ കുഴി മറ്റേ ആളെന്ന് പറഞ്ഞ ഏതാളാ? മോളിൽ ഇരിക്കുന്ന ആള്. ഓക്കെ. വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു ഇതൊക്കെ ചോദിക്കാൻ ഇവിടെ ഇരിക്കുന്നവർക്ക്, അല്ല പിന്നെ താഴെ ഇരുന്നോണം. അപ്പൊ പറഞ്ഞു വെടിവെക്കാൻ പറ്റത്തില്ല, നിയമത്തിലില്ല എന്ന് പറഞ്ഞു. അപ്പൊ കളക്ടർക്ക് പോലും കളക്ടറല്ല, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, നമ്മൾ ഓർക്കുന്ന ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു ടെററിസ്റ്റ് വന്നാൽ വെടിവെക്കാൻ ഓർഡർ ഇടാം മജിസ്ട്രേറ്റിന്, അല്ലേ? പക്ഷെ പുള്ളിക്ക് വെടിവെക്കാൻ ഓർഡർ ഇടാൻ പറ്റി, ഓർഡർ ഇട്ടു, നടന്നില്ല. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉൾപ്പെടുത്തിയാൽ എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉൾപ്പെടുത്തിയാൽ അവിടെ നമുക്ക് കളക്ടർക്ക് അതിനകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരാളെ ഡെപ്യൂട്ട് ചെയ്യാം, നീ പോയി കൊന്നിട്ട് വാ
ആ മാത്രമല്ല റിലീഫ് നമ്മൾ പറയും കോമ്പൻസേഷൻ കൊടുക്കണം. കോമ്പൻസേഷൻ, റിലീഫ്, കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം ഇമ്മീഡിയറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ലാൻഡ് സ്ലൈഡ് വരുമ്പോഴോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ മാത്രമല്ല ഒരു ദുരന്തമായി ഇതൊരു ദുരന്തമാണ്. ആ ദുരന്തമായി പ്രഖ്യാപിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു, വളരെ കൃത്യമായി അതിൽ എഴുതി, നിയമവശങ്ങൾ പറഞ്ഞു. മറ്റു കാര്യങ്ങളൊക്കെ ഇതിന് കോമ്പൻസേഷൻ കൂട്ടണം, അവിടെ കുഴി കുഴിക്കണം, അവിടെ ഫെൻസ് വെക്കണം, അവിടുത്തെ അങ്ങനെയൊക്കെ ഉള്ളത് മറ്റൊരു കാര്യം. പക്ഷെ ഇത് ആത്യന്തികമായി ഈ നിയമഭേദഗതി കൂടെ നടക്കുള്ളൂ. അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനുള്ള ഒരു ഇതാണ് നമ്മൾ നടത്തിയത്. നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അത് വനത്തിന്റെ ആകട്ടെ, നെൽകർഷകരുടെ ആകട്ടെ, വയൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസ്ഥാനത്ത് വിലക്കിരിക്കുക. അത് വേറെ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമാണ്, നെല്ലിന്റെ. അങ്ങനെയാണെങ്കിൽ ആ പണം റബ്ബറിന് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഉത്തേജന പദ്ധതി പോലെ തന്നെ നെൽ കർഷകർക്ക് അതിന്റെ കൃത്യമായി വകുപ്പുണ്ട്. ഏതാണ്? പാടി റിസീറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് 28 രൂപ 20 പൈസ എന്നുള്ളത് നമുക്ക് 40 രൂപയ്ക്ക് കൊടുക്കണം. അത് വെറുതെ പറഞ്ഞതല്ല, കണക്ക് കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ കുട്ടനാട്ടിൽ ആ പരിപാടി നടത്തി അതുമായുള്ള ശുപാർശ കൊടുത്തു. അപ്പോൾ ഇത് ഇപ്പം ഈ പുനമ്പത്തിന്റെ വിഷയമാണെങ്കിലും ഇതൊക്കെ വഖഫിന്റെ വിഷയമാണ്. കൃത്യമായി അത് ഏതെങ്കിലും സമുദായമോ ഒന്നും നോക്കിയിട്ടല്ല, സാമൂഹ്യമായ വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ തീർച്ചയായും കേരള കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനം അത് മുന്നോട്ട് പോകുമ്പോൾ മാണിസാറ് പഠിപ്പിച്ച പാഠമാണ് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ മാണിസാറിന്റെ ഓർമ്മ ദിവസം അത് 9-ാം തീയതിയാണ്, ഏപ്രിൽ 9-ാം തീയതി രാവിലെ 9 മണിക്ക്. അതുപോലെ എല്ലാ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് പഞ്ചായത്ത് ഇലക്ഷനിലേക്കൊക്കെ പോകുന്നു. ആ പഞ്ചായത്ത് ഇലക്ഷന് ഏറ്റവും കൂടുതൽ ബലം എന്താ? ആ പഞ്ചായത്ത് ഇലക്ഷനുള്ള ബലം കേരള കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം എന്താ? ഇവിടെ ദേശീയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലല്ലോ. ലോക്സഭ വരുമ്പോൾ ദേശീയ കാര്യങ്ങൾ ചർച്ച ചെയ്യും. പക്ഷെ നിയമസഭ വരുമ്പോഴും ചിലപ്പോൾ സംസ്ഥാനത്തിന്റെ കാര്യം ചെറുതായിട്ട് സംസാരിക്കും. പക്ഷെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ പ്രാദേശിക കാര്യങ്ങളെക്കാൾ കൂടുതൽ ആരാണ് സ്ഥാനാർത്ഥി, ഉണ്ണികൃഷ്ണനോട് പറയുന്നു, ആരാണോ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിക്ക് ജനപിന്തുണ, ജനങ്ങൾ അറിയുന്ന ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധമുള്ള സ്വീകാര്യരായ ആളാ. അവിടെ കുടുംബ ബന്ധം അല്ലെ, ഒരു വാർഡ് നീക്കുമ്പോൾ ആ കുടുംബ ബന്ധമൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ആ സ്ത്രീ ആയിരിക്കും, പുരുഷനായിരിക്കും. ആ കുടുംബ ബന്ധത്തിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മേഖലയിൽ ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധമുള്ളത് കേരള കോൺഗ്രസ് പാർട്ടിക്കാണ്. ഈ കേരള കോൺഗ്രസ് പാർട്ടി പല പല കഷ്ണമാക്കി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കാണും. പക്ഷെ അത് ആ കുടുംബത്തിൽ തന്നെയാ, വിട്ടുപോകുന്നില്ല. ആ കുടുംബ ബന്ധമുള്ളത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കോ CPM-നോ CPI-ക്കോ BJP-ക്കോ പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് ഏറ്റവും കൂടെ കുടുംബ ബന്ധമുണ്ട്? അവർ പറയാം, ഏത് നേതാവിനോട് ചോദിച്ചു. കുടുംബ പ്രാദേശിക പാർട്ടി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് നിലനിൽക്കുന്നത് ആ കുടുംബ ബന്ധമുള്ളത് കൊണ്ട്. ആരെങ്കിലും എന്റെ വീട്ടിലോ എവിടെയോ ഏത് മെമ്പർഷിപ്പ് മേടിക്കാൻ എന്റെ അടുത്ത് വന്നാൽ, അത് മാണിസാറിന്റെ അടുത്താണെങ്കിൽ ആ ഘട്ടത്തിലാണെങ്കിൽ പോലും ഒരിക്കലും കേരള കോൺഗ്രസ് പാർട്ടി എന്നല്ല പറയുന്ന കേരള കോൺഗ്രസ് കുടുംബത്തിലേക്ക് സ്വാഗതം. ആ കുടുംബം എന്ന് പറയാനായിട്ട് ഒരു ദേശീയ പാർട്ടിക്കും പറ്റില്ല. അപ്പോൾ ആ സാധ്യത അപ്പോൾ വരുന്നതെന്ന് നമുക്ക് ജയിക്കാൻ സാധ്യതയുള്ള കുടുംബ ബന്ധമാണ്. ചിലപ്പോൾ അപ്പുറത്തായിരിക്കും. പക്ഷെ ആ കുടുംബ ബന്ധം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുവാൻ നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന 1-2 മാസം കയറി ഇറങ്ങണം. പഴയ കുടുംബങ്ങൾ മറ്റേതൊക്കെ CPM-ന്റെ ആൾക്കാരെ വിട്, CPI-യുടെ ആൾക്കാരെ വിട്, കോൺഗ്രസിന്റെ ആൾക്കാരെ വിട്, BJP-യുടെ ആൾക്കാരെ വിട്. മാണിസാർ സഹായിച്ച എത്രയോ പേരുണ്ട്. ആ കുടുംബ ബന്ധത്തിന്റെ പശ്ചാത്തലം ഊട്ടി ഉറപ്പിച്ച് അല്ലെങ്കിൽ ഒന്ന് ഉണർത്തിയെടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ജയിക്കും. ഒരു കുഴപ്പമില്ല. അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ പ്രദേശങ്ങളിൽ. അപ്പോൾ നല്ല സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുക, കുടുംബ ബന്ധങ്ങൾ കണ്ടുപിടിക്കുക, സ്വീകാര്യമാക്കുക. ഇപ്പോഴേ ആ ജോലി ചെയ്യാൻ തുടങ്ങുക. അല്ലാതെ അവസാനം എനിക്ക് ആ സീറ്റ് വേണം, ഈ സീറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റയ്ക്ക് നിന്നാലും ജയിക്കാൻ പറ്റണം. ആദ്യത്തെ എന്റെ ചോദ്യം അതാ. എന്നാ പിന്നെ പിടിച്ചു തരാം. അല്ല, ഒറ്റയ്ക്ക് നിന്നാൽ പറ്റിയത് എന്നാ പറ്റുന്നത്? ഒറ്റയ്ക്ക് നിന്നാൽ എത്ര വോട്ട്? 2 വോട്ട് കിട്ടും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതിനുള്ള പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്താണ് ഇവിടുന്ന് ഞാനത് ചോദിക്കുന്നത് ശരിയല്ല എങ്കിലും എത്ര പേരാണ് വരുന്നത്? 9:30 വരണം. കഴിഞ്ഞ പ്രാവശ്യം ഭക്ഷണം ശരി, അതിന്റെ ഒരു 30% വിട്ടേക്ക്, കാരണം വരാനുള്ള ബുദ്ധിമുട്ട്. ബാക്കി KTUC-യുടെ നേതൃത്വത്തിൽ അവിടെ ഒരേ സമയത്ത് വന്നിരുന്നു. യൂത്ത് ഫണ്ടിന്റെ ജില്ലാ പ്രസിഡന്റ് ഏതാ? പ്രവാസി കേരള കോൺഗ്രസ് ഉണ്ടോ? പ്രൊഫഷണൽ കേരള കോൺഗ്രസ് ഉണ്ടോ? ദളിത് ഫണ്ടിന്റെ കേരള കോൺഗ്രസ് ഉണ്ടോ? ഓരോരുത്തരും പറയുന്നത് ജില്ലയുടെ സമ്മേളനമാണ്, പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്. ആ സമ്മേളനത്തിന് വരികയുള്ളൂ. പഞ്ചായത്ത് മെമ്പർമാരുണ്ടെങ്കിലേ നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ കണ്ട്
നമുക്കത് ഒരു 12:30-1 മണിയാകുമ്പോൾ തീരും. ഉച്ച കഴിഞ്ഞ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരാൾ സ്റ്റേറ്റ് കമ്മിറ്റി വരുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റേറ്റ് കമ്മിറ്റിയായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. കാരണം അവിടെ വളരെ പ്രധാനപ്പെട്ട വർഷത്തിലൊരു സ്റ്റേറ്റ് കമ്മിറ്റി നമ്മൾ കൂടേണ്ടതാണ്. നമ്മൾ കൂടുകയാണ് ഉച്ച കഴിഞ്ഞ്. കിട്ടിയോ? മെസ്സേജ് കിട്ടിയോ? ആരോടെങ്കിലും ഇവിടെ പറഞ്ഞോ? ചെയർമാൻ വരുമ്പോ പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇനിയിപ്പോ താഴെ ഇറങ്ങേണ്ടി വരും. അപ്പോളേ നമുക്ക് ഏതൊക്കെയാലും വളരെ സന്തോഷമുണ്ട് നിങ്ങളെ കാണുവാൻ കഴിഞ്ഞത്. നമ്മുടെ കാര്യങ്ങൾ നമുക്കറിയാം. കേരള കോൺഗ്രസിനൊരു വിലയുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇടപെടുമ്പോഴും നമുക്ക് ഇടപെടേണ്ട സ്ഥലത്ത് നമ്മൾ ഇടപെട്ട് തന്നെയാണ് പോകുന്നത്. ധൈര്യപൂർവ്വം കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു പ്രവർത്തകനാണ് എന്ന് ഏത് സമൂഹത്തിന്റെയും പ്രവർത്തകർക്ക് പോയി പറയാൻ കഴിയും. അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പോവുക. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.